പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. വിശുദ്ധായി വേദം പറഞ്ഞ പ്രിയരച്ചൻ കുര്യൻശാലങ്ങാടി അച്ഛൻ, പ്രിയപ്പെട്ട സോജി കവലശ്ശേരി അച്ഛൻ, മറ്റ് പ്രിയപ്പെട്ട വൈദികരെ, സന്യസ്തരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞഞ്ചന്മാരെ, അനുജന്മാരെ, എല്ലാവർക്കും ക്രിസ്മസിന്റെ 1000 മംഗളങ്ങൾ വളരെ സ്നേഹത്തോടുകൂടി ഞാൻ ആശംസിക്കുകയാണ്. കത്തോലിക്ക തിരുസഭ 2 ദിവസമാണ് നമുക്ക് യാതൊരു സങ്കോചവും കൂടാതെ ഉറങ്ങാൻ അനുവദിച്ചിരിക്കുന്ന 2 ദിവസം. അതിലൊന്ന് ക്രിസ്മസ് ആണ്, രണ്ടാമത്തേത് ഈസ്റ്റർ. മറ്റ് ഒരാൾ തൊട്ടടുത്തിരിക്കുന്ന ആളുടെ ശിരസിൽ തലചാരികളെ അവിടെ ഓർമ്മവുന്നതാണ്. എപ്പോഴെങ്കിലും നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് ഉണരുകയാണെങ്കിൽ മാത്രം എന്റെ വാക്കുകളെ ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി മനസ്സു നിറഞ്ഞ ക്രിസ്മസിന്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. 1853 മാർച്ച് മാസം 30-ാം തീയതി നെതർലൻഡിൽ ജനിക്കുകയും 1890 ജൂലൈ മാസം 26-ാം തീയതി സ്വന്തം കോപ്പ് ഉപയോഗിച്ച് നിറയൊഴിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയും ജൂലൈ 29-ാം തീയതി മരണപ്പെടുകയും ചെയ്ത വളരെ പ്രസിദ്ധനായ ഒരു ചിത്രകാരനുണ്ട്, ലോക പ്രശസ്ത ചിത്രകാരൻ. അദ്ദേഹത്തിന്റെ പേര് വിൻസെന്റ് വാൻ ഗോഗ് എന്നാണ്. വിൻസെന്റ് വാൻ ഗോഗിനെ കുറിച്ചുള്ള ഒരു പുസ്തകമുണ്ട്, വാൻ ഗോഗിന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന
ആ പുസ്തകത്തിൽ ചെറിയൊരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് കേവലം 37 വയസ്സ് മാത്രം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ആളുകൾ അധികമായാലും അറിയപ്പെടാതിരുന്ന ഇന്ന് ലോകത്തെ ഏറ്റവും അധികം കലാമൂല്യവും വിപണി മൂല്യവുമുള്ള ചിത്രങ്ങളുടെ ഉടമസ്ഥനായ വാൻ ഗോഗിനെ കുറിച്ച്, വാൻ ഗോഗിന്റെ ജീവിതത്തെ കുറിച്ച് ആ പുസ്തകത്തിൽ ചില പരാമർശങ്ങളൊക്കെ ഉണ്ട്. ജീവിതത്തിൽ ഒരു കാര്യത്തിൽ പോലും ഉറച്ചു നിൽക്കുവാൻ സാധിക്കാത്ത ഒരു മനോദരയുടെ ഉടമസ്ഥനായിരുന്നു വിൻസെന്റ് വാൻ ഗോഗ്. Joy and prosperity. ഖനിത്തൊഴിലാളികളിൽ പ്രവർത്തിക്കുന്ന വാൻ ഗോഗ് എല്ലാ ശനിയാഴ്ചയും അവിടെ ആരാധന നടത്തേണ്ടതുണ്ട്, വർഷിപ്പ് നടത്തേണ്ടതുണ്ട്. ദൗർഭാഗ്യവശാൽ വാൻ ഗോഗ് നിയോഗിക്കപ്പെട്ട പണിയിൽ പലപ്പോഴും വാൻ ഗോഗും താൻ എല്ലാ ദിവസവും നിലവിളിച്ച് തന്നെ പ്രാർത്ഥിച്ചിരുന്ന ദൈവവും മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ പള്ളിയിൽ. ഒരു ദിവസം, ഒരു ശനിയാഴ്ച ദിവസം വാൻ ഗോഗ് തീരുമാനിച്ചു, ഈ ഖനിത്തൊഴിലാളികൾ എന്തുകൊണ്ടാണ് പള്ളിയിൽ പ്രവേശിക്കാത്തത്? അതുകൊണ്ട് അവരുടെ ജീവിതത്തെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു ശനിയാഴ്ച ദിവസം വാൻ ഗോഗ് ഈ ഖനിത്തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഇടത്തിലേക്ക് യാത്ര ചെയ്തു. ഒരു ദിവസം മുഴുവൻ ഈ ഖനിത്തൊഴിലാളികളുടെ കൂടെ സഞ്ചരിക്കുകയും അവരുടെ തൊഴിലിനെ കുറിച്ച് പഠിക്കുകയും ചെയ്തുകൊണ്ട് അവരിൽ ഒരാളായി വാൻ ഗോഗ് ആ ദിവസം ജീവിച്ചു. അന്ന് വൈകുന്നേരമായപ്പോഴാണ് വാൻ ഗോഗ് തിരിച്ചറിഞ്ഞത്, സമയം ഏറെ വൈകിയിരിക്കുന്നു, വർഷിപ്പിനുള്ള സമയമാണ്. വാൻ ഗോഗ് അവിടെ നിന്ന് ആരാധനാലയത്തിലേക്ക് വേഗത്തിൽ ഓടി. അവിടെ ചെല്ലുമ്പോൾ പതിവുപോലെ പള്ളിക്കകം ശൂന്യമാണ്. വാൻ ഗോഗ് മെല്ലെ ജനലിലേക്ക് നോക്കി. അവിടെ ചില ആളുകളുടെ തലവട്ടങ്ങൾ വാൻ ഗോഗിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന കുറെ കൊച്ചു കുഞ്ഞുങ്ങളും മുതിർന്നവരും ഇങ്ങനെ മെല്ലെ ഈ ജാലകവാതിലൂടെ പള്ളിക്കകത്തേക്ക് നോക്കുകയാണ്. കുറെ കഴിഞ്ഞപ്പോൾ അത്ഭുതങ്ങളിൽ അത്ഭുതം സംഭവിച്ചു. അവിടെ ഉണ്ടായിരുന്ന ആ ആളുകൾ മുഴുവൻ എത്തുന്നവൻ അവരിൽ ഒരാളെ പോലെ ആയിത്തീരുക എന്നത് എത്ര സന്തോഷകരമായ കാര്യമാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിച്ചു കേട്ടു, സർവ്വലോകത്തിന് വേണ്ടിയുള്ള സന്തോഷത്തിന്റെ വാർത്ത അറിയിക്കുവാനായി ഇതാ ബേത്ലഹേമിൽ ഒരാളെ ദൈവം ചെയ്തിരിക്കുന്നു. നീണ്ട 33 വർഷക്കാലം ഈ ഭൂമിയിൽ ക്രിസ്തു എന്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ ശ്രമിച്ചത്? നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ പ്രാണങ്ങളിൽ കൈവരണ്ടിട്ടുണ്ട് എന്ന് നല്ല ബോധ്യമുള്ള ക്രിസ്തു 33 സംവത്സരക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് എന്ത് പറയാനാണ് അവൻ ശ്രമിച്ചത്? മറ്റൊന്നുമല്ല, അവൻ പറയാൻ ശ്രമിച്ചത് സന്തോഷത്തിന്റെ വർത്തമാനങ്ങളാണ്, പുഞ്ചിരിയുടെ വർത്തമാനങ്ങളാണ്. ഈ ഭൂമിയിൽ പിഞ്ചു കുഞ്ഞായി നാം കാണുന്ന ഈ പുൽത്തൊട്ടിയിൽ അവതരണനായിരിക്കുന്ന ക്രിസ്തു നമ്മെ പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ പുഞ്ചിരിയുടെ പാഠങ്ങൾ